സോഷ്യൽ മീഡിയ പവർ. വാസ്തവത്തിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇതിനു മുമ്പ് ഭയങ്കര നിരാശയുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ, ഞാൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. വലിയ വ്യൂ ഒന്നും പോകാറില്ല, ബട്ട് എൻ്റെ മനസ്സിലൊരു ഒരു ശാന്തി കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഒരു അവയവ കടത്ത് മാഫിയെ പറ്റി ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരാൾ പോലും അതൊന്നും എടുക്കുകയോ അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടത്തുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദെൻ ജാസിയെ പോലുള്ള ഒരാൾ അതേപോലത്തെ ഒരു സംഗതി വന്നപ്പോൾ അവരൊക്കെ എടുത്തു. അത് റിലേറ്റഡ് ആയിട്ടുള്ളത് ഹെൽനോസ് പാട്ടായിരുന്നു, തെറി വിളിക്കുന്നു, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അവരെടുത്തു. അതേപോലുള്ള ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന അരാജകത്വത്തിനെ പറ്റി നമ്മൾ കൊടുത്ത സൂചനയൊന്നും അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇത് ഒരു പടി കൂടെ കുറച്ച് പേര്, വലിയ വ്യൂ ഒന്നുമില്ലാത്ത വളരെ ചെറിയ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ ഒരു വിജയം തന്നെയാണ് ഇപ്പം നടന്ന ഒരു അറസ്റ്റ്. എന്താ കഥയെന്നല്ലേ, ഫോട്ടോയിൽ കാണുന്ന മിടുക്കനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഈ മിടുക്കൻ എന്നറിയത്തില്ലേ? 2 പേര് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. 6 പേര് ചേർന്ന് ഒരു പയ്യനെ മൃഗീയമായി മർദ്ദിക്കുകയാണ്. ആ കുട്ടിക്ക് കുറച്ച് പൈസ ഞാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ കുറച്ച് പൈസ, ഒരു 10,000 അണ്ടറുള്ള കാശ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വരും ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ പൈസ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അവൻ്റെ ചികിത്സാർത്ഥം. ഞാൻ അതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പറ്റുന്നവർ ചെയ്യുക, 50 രൂപ ഇട്ട് വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് നിർബന്ധിക്കത്തില്ല. കാരണം ഇറ്റ്സ് ഡിപ്പെൻസ്, നിങ്ങളുടെ മനോഘടന പോലെയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അയക്കുക, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. പക്ഷെ ആ കുട്ടി നേരിട്ട ബുദ്ധിമുട്ട് അടിച്ച് ശരിയാക്കി കളഞ്ഞു. രക്തം തുപ്പിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന അവൻ അമ്മയോട് പരാതി പോലും പറയാതെ മിണ്ടാതെ ഒളിച്ചു വെച്ചു. ഈ വീഡിയോ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഞങ്ങളാണിത് വൈറലാക്കുന്നത്. സ്പെഷ്യലി ദേവ് ഡിക്കേഴ്സ് എന്ന് പറയുന്ന ആ ചാനലിൽ കൂടെയാണ് അവൻ ഇത് പബ്ലിഷ് ചെയ്തത്. അതിനെക്കാട്ടി ഒരു പടി കൂടെ എനിക്കിതിടുമ്പോൾ തന്നെ എനിക്ക് യെല്ലോ മാർക്ക് കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ആവില്ല, കൂടെ നമുക്കൊരു ബ്ലാക്ക് മാർക്കും വരും യൂട്യൂബിൽ. ഞാനത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എനിക്ക് കോപ്പി റൈറ്റ് വന്നു. മാറ്റാൻ കണ്ടന്റ് ഇമ്മീഡിയറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടിലുമാണ് എനിക്ക് കുറച്ച് വ്യൂ ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ ദേവ് തന്നെ അത് ചെയ്തു. ദേവിന് ഹ്യൂജ് വ്യൂ ആയിരുന്നു. അത് ഇൻസ്റ്റയിലാണ്. എനിക്ക് ഇൻസ്റ്റയെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല, പക്ഷെ പുള്ളിക്കാരൻ ഇൻസ്റ്റയിൽ ഇട്ടത് സൂപ്പറായിട്ട് ഓടി. ഐ തിങ്ക് 2.5 സംതിങ് ലാക്സ് അത്രത്തോളം അത് പോയി. മാത്രവുമല്ല, ഈ പ്രസ്തുത ഈ തൃശ്ശൂരുള്ള പോലീസുകാരൊക്കെ തന്നെ ഇത് നോട്ടിഫൈ ചെയ്തു. ആ പ്രസ്തുത പോലീസ് സ്റ്റേഷൻകാർ അത് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയോടെ അത് ഏറ്റെടുത്തു. ഞങ്ങൾ മുന്നോട്ട് വെച്ചത് യഥാർത്ഥത്തിൽ ഈ 2 വ്യക്തികളാണ് ഇവനെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത്. ഈ 2 പേരുമാണ് ഈ കാണുന്നത്. ഇവർ 2 പേരെ, ഈ അനന്തുവിനെയും ഇവനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടുള്ള കളി അത്രയും നടന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ആ അമ്മയുടെ ഫോൺ നമ്പറൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്ത് കോൺടാക്ട് ചെയ്ത് അവരോട് സംസാരിച്ചു. അവർ വല്ലാണ്ട് ഭയത്തിലാണുള്ളത്. കാരണം ഈ കുട്ടികളുടെ പേരോ മറ്റോ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും കൊന്നുകളയും, അവരെ വീട് ബോംബ് വയ്ക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടൊരു വിഷയം നമ്മൾ സോഷ്യൽ മീഡിയ കൊടുത്തിട്ട് ഈ പറയുന്ന കുറേ സോക്കാൾഡ് വൃത്തികെട്ട കുറേ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അവർക്കിപ്പോഴും രേണുവിൻ്റെ ജഡ്ഡിയിലാണ് പിടുത്തം. അല്ലാതെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ എടുക്കാനോ ഒന്നും ചെയ്യാൻ പോയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്, ഇനി അവരെടുത്തിട്ടാണ് ഇത് വന്നത് എന്ന് കേൾക്കണ്ടല്ലോ. എന്തായാലും എടുത്തത് ആരാണോ അയാൾക്ക് തന്നെ ഫുൾ ക്രെഡിറ്റ്. ദേവയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോവേണ്ടത്. പുള്ളി അത്രയും ഇതിനെ ബാക്കപ്പ് ചെയ്തു, കൃത്യമായി ഇതിനെ ഫോളോ അപ്പ് ചെയ്തു. അതിൻ്റെ ഒരു പരിണിത ഫലം അനന്തുവിനെ പിടിച്ചിട്ടുണ്ട്. നിൽക്കുന്ന നിപ്പ് കണ്ട കിട്ടി. ഇനി ഒരുത്തരും കൂടെ ഉണ്ട്. അവൻ രാഷ്ട്രീയ പാർട്ടിയുടെ എന്തോ കൊണാണ്ടറാണ് അവൻ്റെ റിലേറ്റീവ്സ്, അതുകൊണ്ട് തന്നെ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു പക്ഷെ അവനെ 1-ാം പ്രതി പോലും ആക്കാതെ, അവനെ ഒരു പ്രതി പോലും ആക്കാതെ കളയാനായിരുന്നു ഒരു ശ്രമം. ഓർത്തോണം, വീഡിയോയിൽ സ്പഷ്ടമായിട്ടുണ്ട് ആ പയ്യൻ തല്ലുന്നത്. നോക്കി നിന്ന ബാക്കിയുള്ള കുട്ടികൾക്കായിരുന്നു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്യേണ്ടവരെ കയ്യിൽ കൃത്യമായി കിട്ടി, അത് കൈകാര്യം ചെയ്തത് കൊണ്ട് ഇന്ന് ഇവനെ പിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട്, ഒരുത്തനെയും കൂടെ കിട്ടിയാൽ മാത്രം. കാരണം ആ കുട്ടി മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്, അവനെ പുറത്തേക്ക് വിടുന്നില്ല. പുറത്തേക്ക് വിടാത്തതിൻ്റെ കാരണം മറ്റേ പയ്യൻ്റെ ബന്ധുക്കൾ ഫോൺ മൂലവും നേരിട്ടും ഒക്കെ വന്ന് പറഞ്ഞിരിക്കുന്നത്, അവനെ പിടിക്കുന്ന ഒരവസ്ഥ വന്നാൽ നിന്നെ തീർത്തിട്ടേ അവൻ ജയിലിൽ പോകുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം വയലൻ്റ് ആയിട്ടാണ് അവൻ ഇപ്പോഴും ഉള്ളതെന്ന് ഓർക്കണം. ആ പ്രസ്തുത പ്രതിക്ക് അവിടെ ഒരുപാട് കേസുകളുണ്ട്, 1-2 അവൻ വയസ്സും ചെറുതാ, 10-20 വയസ്സേ ഉള്ളൂ. ഈ പ്രായത്തിൽ അവൻ ചെറിയ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയെ പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. തുടങ്ങി സർവത്ര കുലുമാസം ചെയ്തൊരു വൃത്തികെട്ടവനാണ്. നോക്കിക്കൊണ്ട് നിന്നെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയ പയ്യനും ഭയന്നിട്ടാണ് അത് നോക്കിക്കൊണ്ട് നിന്നത്. കാരണം ഈ തല്ലുന്ന ചെറുക്കനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൂട്ടത്തോടെ ആളെ വെച്ച് മറ്റവനെ തല്ലും. അതുകൊണ്ടാണ് ഇത്രയും ഞരന്തുപോലിരുന്ന ഇവൻ ശരിക്കും പറഞ്ഞാൽ അപ്കമിങ് ഗുണ്ടയാണ്. മരടനീഷോ ആ ലെവലിലേക്കൊക്കെ വളർന്നു വരേണ്ട ഒരു മാഫിയ ടീം തലവനാണ് അവനെന്ന് ഞാൻ പറയും.
ഇത്രയും ദിവസമായിട്ട് അവനെ കിട്ടിയിട്ടില്ല, പിടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ കെടുകാര്യസ്ഥതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ പോലീസ് കുറച്ചുകൂടെ ഇനിഷ്യേറ്റീവ് എടുത്തു. അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അനന്തുവിനെ പിടിച്ചു. ഇവന്മാർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ ആ കുട്ടീനെ ഉപദ്രവിച്ചിട്ടുള്ളത്. ആ അമ്മയുടെ ലക്കാണ് ആ കുട്ടി ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് സത്യം തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. പക്ഷേ ആ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പൈസ തന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം നമ്മളുടെ കുഞ്ഞിന് സംഭവിച്ചാൽ, അത് നോക്കാൻ ആളില്ലാത്തൊരവസ്ഥ വന്നാൽ, നമ്മൾ ഇങ്ങനെ ആർക്കെങ്കിലും സഹായം ചെയ്താൽ ആ സഹായം നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു മുൻ കാഴ്ചപ്പാടിൽ കൂടെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഈ ഒരു വിവരം ഞാനൊന്ന് പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും കർശനമായി വിലക്കുക. കുട്ടികളെ ഒരാൾ തല്ലുമ്പോൾ നമുക്ക് എങ്ങനെ വേദനിക്കുന്നോ സെയിം വേദന തന്നെയാണ് മറ്റുള്ള കുട്ടികൾക്കും ഉണ്ടാകുന്നത്. അടിക്കാൻ, അടികൂടാൻ, ഇതുപോലുള്ള കൂട്ടുകെട്ടിൽ പോയി ചാടുമ്പോഴൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കർശനമായി വിലക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കില്ലാണ്ടായി പോകും. ഈ പറയുന്ന അനന്തു ഒരുപാട് കേസിൽ പ്രതിയാണ്. അനന്തുവിൻ്റെ കാര്യം പോട്ടെ, ഇനി പിടിക്കാനുള്ളത് ആ കിലാണ്. ആ ചെറുക്കനുണ്ടല്ലോ, ഈ ഏറ്റവും വലിയ ക്രിമിനൽ ആ പയ്യനാണ്. അവനെയാണ് ഏറ്റവും ആദ്യം പിടിക്കേണ്ടിയിരുന്നത്. ഇനി അവനെ കിട്ടൂല്ലെന്ന് എനിക്കറിയത്തില്ല. പോലീസുകാർ നിസ്സഹായരാണ്. ബ്രൈബറി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയുന്ന ഒരു കാര്യം, ആ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് പോലീസിൻ്റെ ഒരു കുറവുണ്ട്. അത്രയും ഒരു ഹ്യൂജ് ഏരിയയിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂവെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇവനെ പിടിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് ശ്രീഷ്ണവിൻ്റെ അമ്മ, അവരാണ് മെയിനായിട്ട് കൂടുതൽ നമ്മളടുത്ത് ഈ വിഷയം കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ സഗിലാണ് ഇനി പിടിക്കാനുള്ള ആള്. അവനെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിനകത്ത് മാപ്പുസാക്ഷികളായി മറ്റുള്ള കുട്ടികളെ വെറുതെ വിടുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്കറിയാം നിങ്ങൾ എന്നെ കാണുന്നുണ്ടെന്ന്, അതായത് കുഞ്ഞിൻ്റെ അമ്മ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മകനെ തല്ലിയവരെ നമുക്ക് പണിഷ് ചെയ്യാം, നോക്കി നിന്നവരെ ഉപദ്രവിക്കരുത്. അത് പ്രത്യേകം മകനെ കൊണ്ട് പറയിച്ച് ആ പയ്യനെ അങ്ങ് ഒഴിവാക്കി കൊടുക്കണം. കാരണം അവൻ ഭയന്നിട്ടാണല്ലോ അത് ചെയ്തിട്ടുള്ളത്. അവൻ നോക്കി നിന്നു എന്നുള്ളതേ ഉള്ളൂ. പിടിച്ചു മാറ്റാൻ ചെന്നാലും അടിക്കരുതെന്ന് പറഞ്ഞാലും മറ്റവൻ അവനെ അഡ്രസ്സ് ചെയ്യും, അല്ലെങ്കിൽ അവനെ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രതി ചേർക്കുന്ന ആ ഒരു പോലീസ് നടപടിക്കെതിരെ നിങ്ങൾ ശക്തമായി ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ദേവ് ഡിക്കേറ്റ്സിൽ പോയാൽ അവൻ അവിടെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ വീഡിയോസ് ഒന്നും ഇടാൻ പേടിയാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പോഴാണ് ഒരു സ്ട്രൈക്കൊക്കെ കഴിഞ്ഞ് എൻ്റെ ചാനലൊന്ന് ശ്വാസം വിടുന്നത്. അപ്പോൾ അടുത്തതും കൂടെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് തള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മേ ബി നമ്മൾ സോക്കാൾഡ് യൂട്യൂബേഴ്സിനൊക്കെ അതായിരിക്കും പ്രോബ്ലം. റവന്യൂ മാത്രമാണല്ലോ. അതിലും ഭേദം കുറച്ച് ഉച്ചിഷ്ടം വാരത്തിരുന്നതാണ്. ഒന്നും പറയാനില്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത് ബിൽറ്റ് ഇൻ മോഡിൽ നമുക്ക് കിട്ടണം. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞാൽ വരേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ വരും. ഇതിപ്പോൾ അത്യാവശ്യം സഗിലിനെ പിടിക്കുന്ന സമയം, സോറി പേര് ഡിഫറൻസ് ഉണ്ട്, സഗിലിനെ പിടിക്കുന്ന സമയത്ത് ദേ പിടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇൻഫർമേഷൻ തരാനായിട്ട് വരും ഊളകൾ. എനിക്കതിനപ്പുറം ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് കാണിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടൊരു യൂണിറ്റി അവർക്കിടയിൽ ഉണ്ടാകണം. അതില്ലാത്തതിൻ്റെ കുറവാണ് ഈ കാണുന്നത്. ഫസ്റ്റ് തിങ്, നമ്മൾ ജീവമാതയുടെ വിഷയമുണ്ടല്ലോ, അത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് പറയണമെന്ന് ചെറിയൊരു സൂചന മാത്രം തരുന്നുള്ളൂ. ആ ഇഷ്യൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് ആയത് സോഷ്യൽ മീഡിയ കൊണ്ടാണ്. അല്ലെങ്കിൽ ആ കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ട് ഒരിക്കലും അറിയാനും പോകുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ അതിനുണ്ടായിരുന്നു. ദ സെയിം മാനർ ഇതും അങ്ങനെ ആകുമെന്നായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. പകരം ഒരാൾ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒന്നും നടന്നില്ല. പക്ഷേ 2 പേരോ 3 പേരോ ഇൻവോൾവ് ചെയ്തിട്ട് ഇതെവിടെയോ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനിക്കാം. ഞാനോ ദേവോ ഒക്കെ ഇതിനകത്ത് അത്രത്തോളം ഇറങ്ങിയവരാണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഞങ്ങളുടെ ചാനലിനൊരു ഭയങ്കര അക്സെപ്റ്റൻസോ ഇല്ല. എനിക്കാണെങ്കിൽ നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. മെയിനായിട്ട് കമൻസ് അല്ല, എൻ്റെ ചാനലിനൊരു വാർണിംഗ് മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഇത്തരം വീഡിയോസ് പബ്ലിഷ് ചെയ്ത്, അതായത് ഫേസ്ബുക്കിൻ്റെ കാര്യം പറയണേ, യൂട്യൂബിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാനിത് പിന്നെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടില്ല. ഇൻസ്റ്റയിൽ പകരം ഞാൻ വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഓൾ ടുഗദർ ഇതും ഒരു തരം റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കുക. എല്ലാം പണത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ചിലത് നമ്മുടെ മനസാക്ഷിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളതാണ്. ആ കുട്ടിക്ക് നീതി കിട്ടട്ടെ. ഇനി ഒരു പയ്യനെ ഇതുപോലെ എടുത്തിട്ട് അടിക്കാൻ അവന്മാർക്ക് ഭയമുണ്ടാകട്ടെ. കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ. നിഖിലിനെ കിട്ടിയാൽ ജീവൻ അന്ത്യം വരെ അവിടെ കിടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മാതിരി ഉപദ്രവമാണ് ചെറുക്കൻ ചെയ്തത്. പിന്നെ അവനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ കിട്ടുന്നത് മുഴുക്ക ഭീകരമായ കാര്യങ്ങളാണ്. പെമ്പിള്ളരെയൊക്കെ ഉപദ്രവിച്ചിട്ടോ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അവൻ നാളത്തെ നല്ലൊരു ഗുണ്ടയാണ്.
അപ്പോൾ അത് ആ ഗുണ്ടായിസം അനുവദിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന് തൃശ്ശൂർകാർ ആണ് നിശ്ചയിക്കേണ്ടത്. പോലീസുകാർക്ക് ഒരു പരിധി കഴിഞ്ഞാൽ അവർക്കും കുച്ചുവലം കിട്ടിയിട്ടുണ്ടാകും, അവർക്കും ചില റെസ്പോൺസിബിലിറ്റിയും ചില റെസ്ട്രിക്ഷൻസും ഉണ്ടാകും. അപ്പം നമ്മൾ ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കോടതി, ജനങ്ങളുടെ കോടതിയിലാണ് ഇത് നിശ്ചയം വേണ്ടത്. പയ്യനെ ഫേസ് കാണിക്കുക. അതുപോലെ ആ പയ്യൻ്റെ അമ്മയുടെ ഒരു മനോഘടന ആലോചിച്ച് നോക്കണേ. അടി കൊണ്ടവനല്ല, അടി കൊടുത്തവൻ്റെ അമ്മയുടെ മോൻ ഇത്രത്തോളം തല്ലി അവൻ ജാകാറായി അവിടെ കിടക്കുന്നു. മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അതിനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക, കുട്ടികൾക്ക് പുനരധിവസിക്കാൻ എന്തെങ്കിലും സപ്പോർട്ട്, അങ്ങനെയല്ല. ഇത്ര അങ്ങോട്ട് തരും, എൻ്റെ മോളെ കല്യാണം, എൻ്റെ മോനെ അങ്ങോട്ട് വെറുതെ വിടാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയണ ഒരു ഊളത്തള്ള. അതാണ് എനിക്ക് മനസ്സിലായത്. ധൈര്യസമേതം അവരത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് ഇത്രയും വലിയൊരു എവിഡൻസ് കൊടുത്തിട്ടും ഇതൊന്നും എടുക്കാതിരുന്ന ഊളകളായ യൂട്യൂബേഴ്സ് ഇനി എൻ്റെ ചാനലിൽ വരുന്ന എന്തെങ്കിലും എടുത്താൽ ഇനി തരൂല, നിർത്തി ഞാൻ. അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഈ സൈഡിൽ നിന്ന് ഇനി ഉണ്ടാവത്തില്ല, കൊടുക്കൂല. അത് ഞാൻ തീരുമാനിച്ചു. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഗതിയാണ് ഞാൻ കൊടുത്തത്. സോഷ്യൽ അവെയർനെസ്സും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ മിക്സപ്പായി നമ്മുടെ ലൈഫൊക്കെ റിസ്ക് ആക്കി നമ്മൾ പലതും ചെയ്യുമ്പോൾ സഹായിക്കുക എന്നുള്ള മെൻറ്റാലിറ്റി എങ്കിലും കാണിക്കാതെ മാറി നിന്നിട്ട് കളി കണ്ടിട്ട് നമ്മളൊരു പ്രോബ്ലത്തിൽ വരുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേകതരം വിഭാഗത്തിനോട് അടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അഫ്കോഴ്സ് ഐ നറേറ്റ് സായി ഉണ്ട്. നിങ്ങളിനി വേറെ ആരെയും ചിറകി പോകണ്ട, സായിയെ തന്നെ ഞാൻ പറഞ്ഞു. ലവളിൽ അവിടെ ജട്ടി ഊരി, ലവളിൽ അവിടെ ജട്ടി ഇട്ടു, ഇതൊക്കെ പറയാൻ അറിയുന്നവൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറഞ്ഞിട്ട് അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. താങ്ക് യു.